നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവിനെ SFIക്കാർ ഇടിമുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻജോസിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംഭവത്തിന് പിന്നാലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനു മുന്നിൽ SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പുറത്തുപോയി വന്ന സാൻജോസിനെ ഒരു സംഘം ചേർന്ന് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഇത് കണ്ട ചില വിദ്യാർത്ഥികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്നാണ് പോലീസ് എത്തി സാൻജോസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. SFI നേതാവായ അജന്ത് അജയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നാലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഭവത്തിൽ ഉൾപ്പെട്ട SFIക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ കോൺഗ്രസ് MLA വിൻസെന്റിനെയും ചെമ്പഴന്തി അനിലിനെയും SFI പ്രവർത്തകർ തടഞ്ഞതോടെ ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമായത്. കാറിൽ വന്നിറങ്ങിയ തന്നെയും SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന് വിൻസെന്റ് MLA ആരോപിച്ചു. പോലീസിന്റെ മുന്നിൽ വെച്ച് ജനപ്രതിനിധിയായ തന്നെ SFIക്കാർ കയ്യേറ്റം ചെയ്തിട്ടും അവർ നോക്കി നിന്നു. SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. സാന്റോസ് പൂത്തോട് വിക്ടറി കോളേജ് സിദ്ധാർത്ഥിനെ ഇടിമുറിയിൽ SFIയുടെ ഇടിമുറി ഇടിച്ചതുപോലെ ചാന്തൽക്ക് ഇന്നലെ കാര്യവട്ടം ക്യാമ്പസ് SFIയുടെ ഇടിമുറിയിൽ ഇടിയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? സത്യത്തിൽ അത് ഞങ്ങളെ പുറത്തുനിന്ന് വലിച്ചഴിച്ചാണ് ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. വലിച്ചഴിച്ചെന്ന് പറഞ്ഞാൽ നടു റോഡ് ഇട്ട് ഞങ്ങളെ വലിച്ചഴിച്ചിട്ടാണ് അവന്മാർ അതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയതിനു ശേഷം അവിടെ ഇട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും മാറി മാറി വന്ന് അത് പ്രധാനമായിട്ട് അവിടെ ഒരു റിസർച്ചിന്റെ, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ചെയർമാനുണ്ട്, അജിന്ത് അജയ്, പഴയ സെനറ്റ് മെമ്പറാണ്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മുഴുവൻ അവിടെ അരങ്ങേറിയത്. അപ്പൊ അതിൽ അഭിജിത്ത് എന്ന് പറയുന്ന SFIയുടെ ഭാരവാഹിയാണ് എന്നെ അതിനകത്തോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയത്. പിന്നെ അവിടെ വെച്ച് എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചമർത്തുകയും മൃഗീയമായി മർദ്ദിക്കുകയും ഷൂസ് കൊണ്ട് എന്റെ കാലിൽ ചവിട്ടി അമർത്തുകയൊക്കെ ചെയ്തു. പിന്നെ എന്റെ തലയ്ക്കടിക്കുകയും എന്റെ ചെവിയുടെ താഴെയായിട്ട് അടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ഞങ്ങളെ പുറത്തിറങ്ങി ലക്ഷങ്ങൾ നീ പറഞ്ഞു നിങ്ങൾ എടുക്കും, അതിനു വേണ്ടി പ്ലാനിങ് തന്നെയാണ് ഞങ്ങൾ നിന്നത്. അപ്പൊ നിന്നെ ഇനി അങ്ങ് ഞങ്ങൾ എടുക്കാം. ഇനി ഇവിടെ ഒരു ബോർഡും ഫ്ലെക്സും നീയൊന്നും വെക്കാൻ പാടില്ല. ഒരു സംഘടനയും ഞങ്ങളുടെ മുകളിൽ വേണ്ട. ഇവിടുത്തെ രജിസ്ട്രാറും ഒക്കെ ഞങ്ങളുടെ ആളാണ്. സിൻഡിക്കേറ്റ് സെന്റൊക്കെ ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ധാർഷ്ട്യത്തോടു കൂടെയും വളരെയധികം ഞങ്ങളെ മാനസികമായിട്ടും ഒക്കെ അതിനകത്ത് ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ആ 121 റൂമിൽ നടന്നത്. ഒരു കാര്യം ഇടപെടാം. ഇത് ഈ പ്രശ്നം നടന്നപ്പോൾ വിൻസെന്റ് MLA ഈ സംഭവ സ്ഥലത്ത് എത്തി. വിൻസെന്റ് MLA ചെയ്തതിനും എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് സത്യമാണോ? അത് എനിക്ക് തോന്നുന്നു അത് ശ്രീകാര്യത്ത് വെച്ചാണെന്ന് തോന്നുന്നു നടന്നിട്ടുള്ളത്. ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് തന്നെ പോലീസാണ് എന്നെ പുറത്തിറക്കുകയും അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതും പോലീസാണ്. ശ്രീകാര്യം പോലീസാണ് എന്നെ കൊണ്ടുപോയത്. നിങ്ങളെ KSUവിന്റെ സൈന്യം എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ അവരോട്? ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല സർ. ഉണ്ടായിട്ടില്ല അല്ലേ? അതായത് അവരെ ഇടിമുറിയിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ സാന്റോസ് മാത്രം ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ? ഞാനും ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിനെ അവര് അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ എനിക്കാണ് അടി കിട്ടിയത്. പുള്ളി ഒന്നും ചെയ്തില്ല. എനിക്കാണ് തല്ല് കിട്ടിയത്.